യോഗത്തിലെ കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശ്രീ പിണറായി വിജയൻ അവർകൾ, എത്രയും ബഹുമാനപ്പെട്ട ദേവസ്വം തുറമുഖം മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർകൾ, ബഹുമാനപ്പെട്ട കേരള ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ മാധവൻ IAS, നബാർഡ് ചീഫ് ജനറൽ മാനേജർ ശ്രീ ബൈജു കുറുപ്പ് സാർ, ബഹുമാനപ്പെട്ട കണ്ണൂർ ഡെപ്യൂട്ടി മേയർ ശ്രീമതി പി. ഇന്ദിര, കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ചെയർമാൻ ശ്രീ രവീന്ദ്രൻ, കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളെ, കേരള ബാങ്കിൻ്റെ മിനിസ്റ്റേഴ്സ് ട്രോഫി, എക്സലൻസ് അവാർഡ് ആൻഡ് കർഷക അവാർഡ് ജേതാക്കളെ, ബാങ്കിൻ്റെ ഉടമസ്ഥരായ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരള ബാങ്കിൻ്റെ ഊർജ്ജസ്വലരായ ജീവനക്കാരെ, എല്ലാവർക്കും നമസ്കാരം. കേരള ബാങ്കിൻ്റെ 5ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ച കേരള ബാങ്കിൻ്റെ ഒരു വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി, അതായത് കേരള ബാങ്ക് വെർഷൻ 2.0, അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പായി കേരള ബാങ്ക് 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ആനന്ദവേളയിൽ എല്ലാ ഇടപാടുകാർക്കും എല്ലാ ജീവനക്കാർക്കും ഞാൻ ഹൃദയംഗമായ ആശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ തൃഷ്ണയിലും ഭാവനയിലും ഉരുത്തിരിഞ്ഞ കേരള ബാങ്ക് 5 വർഷം പിന്നിടുമ്പോൾ നാനാവിധമായ പുരോഗതി കൈവരിച്ചതായി അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. 823 ശാഖകളും 1,16,580 കോടി ബിസിനസ്സുമായി കേരള ബാങ്ക് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ബാങ്കായി മാറിക്കഴിഞ്ഞു. ശാഖകളുടെ എണ്ണത്തിൽ കേരളത്തിലെ 2ാമത്തെ വലിയ ബാങ്കിംഗ് നെറ്റ്വർക്കും മൊത്തം ബിസിനസ് മിക്സ് പരിശോധിച്ചാൽ കേരളത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട ബാങ്കുകളിൽ 3ാമത്തെ സ്ഥാനവും ഇന്ന് കേരള ബാങ്ക് അലങ്കരിക്കുന്നു. CD റേഷ്യോ, കേരള ബാങ്കിൻ്റെ CD റേഷ്യോ 74.90 എന്ന അനുപാതത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പരാമർശിച്ചതുപോലെ ഇത് മറ്റ് കേരളത്തിലുള്ള ബാങ്കുകളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. 50,000 കോടിയിലേക്ക് അടുക്കുന്ന കേരള ബാങ്കിൻ്റെ വായ്പയുടെ ബിസിനസ്, അതിൽ 25% കാർഷിക രംഗത്തിനുള്ളതാണ് എന്നുള്ളത് ഏറെ അഭിമാനം പകരുന്ന വസ്തുതയാണ്. അതുകൂടാതെ തന്നെ അടുത്ത ഒരു 25% പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകിയ വായ്പയാണ്. ഇതും ഏറെ അഭിമാനം നൽകുന്ന വസ്തുതയാണ്. കഴിഞ്ഞ വർഷം കേരള ബാങ്ക് ഉണ്ടാക്കിയെടുത്ത റെക്കോർഡ് ലാഭത്തെപ്പറ്റി ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട മന്ത്രിയും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളുടെ മൊത്തം ഇടപാടുകാർ, കേരള ബാങ്കിൻ്റെ മൊത്തം ഇടപാടുകാർ 75,73,000 വരുന്നു. അപ്പോൾ ഇതൊരു ബൃഹത്തായ വലിയൊരു സംരംഭമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യം പകരുന്ന വസ്തുതയാണ്. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം കഷ്ടത അനുഭവിക്കുന്ന 20,500 ചെറുകിട വായ്പക്കാർക്ക് അവരുടെ പലിശ ഇളവ് അനുവദിച്ചത് വഴി 199 കോടി രൂപയോളം അവർക്ക് പലിശ ഇളവായി കേരള ബാങ്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്നൊരു വസ്തുതയാണ്. ഇതുകൂടാതെ വയനാട്ടിലെ ഒരു ദുരന്ത കാലത്ത് കേരള ബാങ്ക് മുന്നോട്ടിറങ്ങി നടപ്പാക്കിയ സഹാനുഭൂതിയുടെ സഹകരണം ഏറെ പ്രശംസനീയമാം വിധം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നേട്ടങ്ങളുടെ പാതയിൽ ഇങ്ങനെ കുതിക്കുന്ന കേരള ബാങ്കിന് ഇപ്പോൾ വലിയ വെല്ലുവിളികളും നേരിടേണ്ടതായിട്ടുണ്ട്. വിഭവ സമാഹരണത്തിലെ പ്രശ്നങ്ങളും കൂടി വരുന്ന നിഷ്ക്രിയ ആസ്തികളും വളരെ സമർത്ഥമായി നേരിടേണ്ടതുണ്ട്. ആയതിലേക്കായിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ ഗൈഡൻസിൽ നമ്മളുടെ ഭരണസമിതിയും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റും സംയുക്തമായി ചർച്ച ചെയ്ത് 1 വർഷത്തിലെ നീളുന്ന കർമ്മ പദ്ധതിക്കാണ് ഇപ്പോൾ നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഈ കർമ്മ പദ്ധതി 12 പോയിന്റ് പ്രോഗ്രാം എന്ന പേരിൽ 12 ഹെഡുകളിലായിട്ട് 5 പുതിയ ഇനീഷ്യേറ്റീവ് വീതം നടപ്പാക്കുന്ന 60 പുതിയ ഇനീഷ്യേറ്റീവ്സിൻ്റെ ഒരു സംയുക്തമാണ്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ വളർച്ചയ്ക്കായി
മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് കേരളത്തിലെ കർഷകരുടെയും സംരംഭകരുടെയും എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഉപഭോക്തൃ കേന്ദ്രീകൃതമായ കസ്റ്റമർ സെൻട്രിക്കായ ഒരു ബാങ്കായി കേരള ബാങ്കിനെ പുനർസൃഷ്ടിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് കേരള ബാങ്ക് വെർഷൻ 2.0 12 പോയിന്റ് പ്രോഗ്രാം. ടെക്നോളജി അഡാപ്റ്റേഷൻ ഫോർ ബെറ്റർ എഫിഷ്യൻസി, കൃഷി, ചെറുകിട സംരംഭങ്ങൾ എന്നിവർക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബിസിനസ് വളർച്ച, ബാങ്കിൻ്റെ ലാഭക്ഷമതയുടെ വർധന, പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ വളർച്ച, ബെറ്റർ കംപ്ലയൻസ് എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ സാധ്യമാകുക എന്നതാണ് ഈ പരിപാടിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പരിപാടിയായി ബാങ്ക് ഉദ്ദേശിക്കുന്നത് ബാങ്കിൻ്റെ ബിസിനസ് വളർച്ച ലക്ഷ്യമാക്കിയുള്ളതാണ്. സംസ്ഥാനത്തെ വിവിധ വിഭാഗത്തിലുള്ള ഉപഭോക്താക്കൾക്കായിട്ടുള്ള രീതിയിൽ പുതിയ നിക്ഷേപ വായ്പാ പദ്ധതികൾ അവതരിപ്പിക്കുക, നിലവിലുള്ളത് പരിഷ്കരിക്കുക, ഉൽപാദന വികസനോന്മുഖ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന രീതിയിൽ വായ്പാ വിതരണം ഊർജിതപ്പെടുത്തുക എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് ഇതിൽ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി, ബിസിനസ് ചെറുകിട സംരംഭ മേഖലയിൽ വർദ്ധിച്ച വായ്പാ വിതരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്, പ്രോസസ്, പ്രൈസിംഗ്, ടെക്നോളജി, മെത്തേഡ്സ് നടപ്പാക്കുക എന്നുള്ളതാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ പുനരുദ്ധാരണം, പുനരുജ്ജീവനം, പ്രവർത്തനങ്ങളുടെ നിരീക്ഷണം എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് മൂന്നാമതായി വരുന്നത്. ഡിജിറ്റൽ സേവനങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്തുക, സാങ്കേതികവിദ്യ നവീകരണം, പുതിയ പദ്ധതികളും കാൽവെപ്പുകളും, റിക്കവറിക്ക് പ്രത്യേകമായി ഒരു ഉദ്യോഗസ്ഥ തലം ഉണ്ടാക്കി അതിനെ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളുടെ പ്രവൃത്തിയിൽ നിന്നും മാറ്റി പ്രത്യേകമായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കാനുള്ള പദ്ധതി, കേരള ബാങ്കിൻ്റെ ഏറെ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന കേരള ബാങ്കിൻ്റെ KB ആപ്ലിക്കേഷൻ, മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ അടിമുടി പരിഷ്കരിച്ച് അതിൽ ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തി അതിനെ പുനരവതരിപ്പിക്കുക അടുത്ത 12 മാസത്തിൽ ഒരു പ്രധാന ലക്ഷ്യമായി ബാങ്ക് കാണുന്നു. ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ മുതലായവ ശക്തിപ്പെടുത്തണം. കംപ്ലയൻസ് ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. റെഗുലേറ്റർ വളരെ ചടുലമായിട്ടും വളരെ വേഗത്തിലും റെഗുലേറ്റർ നമ്മളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ കംപ്ലയൻസിൻ്റെ കൾച്ചർ കൊണ്ടുവരണം. കംപ്ലയൻസ് അടിമുടി ശാക്തീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു. മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി ക്യാമ്പയിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ കേരളത്തിലെ 2ാമത്തെ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ആണെങ്കിലും അതിൽ കോമ്പറ്റീഷൻ, അതിശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് നേരിടേണ്ടി വരുന്നതിനാൽ മാർക്കറ്റിങ്ങും പബ്ലിസിറ്റി അത് മെച്ചപ്പെടുത്തുക. ഇങ്ങനെയുള്ള പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത്. സമ്പൂർണമായിട്ടും സമയബന്ധിതമായിട്ട് ഈ 12 പരിപാടിയുടെ പൂർത്തീകരണം കേരള ബാങ്കിനെ, അതായത് മലയാളിയുടെ സ്വന്തം ബാങ്കിനെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പദ്ധതിയുടെ വിജയത്തിനായി, ഈ പദ്ധതികളുടെ വിജയത്തിനായിട്ട് ഏവരുടെയും സഹകരണം ഒരിക്കൽ കൂടെ സാദരം അഭ്യർത്ഥിച്ചുകൊണ്ടും 5ാം വാർഷികത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.